കേരളം ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ഇടമാണ് ബേപ്പൂർ. കാരണം നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ വിസ്മയങ്ങളുടെ ഒരു തുടർച്ച രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പ്രത്യേകിച്ചും മുൻകാലങ്ങളിൽ നിന്നും വിഭിന്നമായി LDF നിന്നും ആളുകൾ പരക്കെ കൊഴിയുന്നു. CPM പോലുള്ള അടിമുടി കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ നിന്നും ആളുകൾ കൊഴിയുന്നു. സുധാകരനാണെങ്കിലും കുഞ്ഞികൃഷ്ണനാണെങ്കിലും ഗോവിന്ദനാണെങ്കിലും ഏറ്റവും ഒടുവിൽ വരുന്ന കാരാട്ട് റിസാഖാണെങ്കിലും ഒരുപാട് പ്രമുഖരായ ആളുകൾ ഒരു കാലത്ത് ജനപ്രതിനിധികളായിരുന്നവർ അല്ലെങ്കിൽ പാർട്ടിയുടെ താക്കോൽ സ്ഥാനങ്ങളിൽ അവരോധിതരായവർ ഒക്കെയാണ് പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇത്തരത്തിലൊരു ഒഴുക്കിന് തുടക്കം കുറിച്ച ആൾ എന്നതാണ് PV അൻവറിനെ സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. LDFിലെ ഒരു ഏറ്റവും വലിയ കടന്നൽ രാജ എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പിണറായി വിജയന്റെ പോരാളിയായി നിന്ന ആളാണ് PV അൻവർ. കോൺഗ്രസ് നേതാക്കളെയും എന്തിന് രാഹുൽ ഗാന്ധിയെ പോലും കടന്നാക്രമിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാതിരുന്ന ആൾ കൂടിയാണ്. നമുക്കറിയാം കോൺഗ്രസിന്റെ പാരമ്പര്യമാണ് PV അൻവർ ഉള്ളത്. അദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ആയിരുന്നു മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ നിലമ്പൂരിലൊക്കെ. അതിനുശേഷമാണ് അദ്ദേഹം ഇടത് ക്യാമ്പിലേക്ക് വരികയും ഇടത് ക്യാമ്പിൽ വളരെ പെട്ടെന്ന് സ്വീകാര്യനായി മാറുന്നത്. അതായത് CPMൽ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന രാഷ്ട്രീയത്തിലൂടെയും ഒക്കെ വരുന്ന നേതാക്കൾക്ക് അപ്പുറമുള്ള ഒരു പരിവേഷം സൃഷ്ടിക്കാൻ PV അൻവറിനാവുകയും ചെയ്തിരുന്നു. എന്നാൽ ആ അൻവറാണ് പിണറായി സൺ എന്ന ഒരു പുതിയ പേര് നൽകി ഇടത് ക്യാമ്പ് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആദ്യഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പടനയിക്കലാണ് നടത്തിയത്. പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നിവയൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ സമീപിച്ചത്. എന്നാൽ അദ്ദേഹത്തിൽ നിന്നും ഒരു അനുകൂല തീരുമാനം എത്താത്തതിനെ തുടർന്ന് അദ്ദേഹം പുറത്തിറങ്ങുന്നു. അപ്പോഴും തനിക്ക് പിതൃതുല്യനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് മറ്റൊരു അൻവറിനെയാണ് നമ്മൾ കാണുന്നത്. MLA സ്ഥാനമൊക്കെ രാജിവെച്ച് പാർട്ടിയോടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം മത്സരിക്കാനായി തിരഞ്ഞെടുത്ത ഒരു മണ്ഡലം അല്ലെങ്കിൽ തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ ഒരു മണ്ഡലം ബേപ്പൂരായിരുന്നു. അന്ന് UDFുമായി പലവട്ടം ചർച്ചകൾ നടത്തി. നിലമ്പൂരിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ താൻ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തി. പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF ഒരു ശക്തമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്.